കുക്രിയിലേക്ക് സ്വാഗതം. അർജൻറ്റീന, വാമോസ് അർജൻറ്റീന ആദ്യ കളിക്ക് ഈ 2026 ലോകകപ്പിലെ ആദ്യ കളിക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 6:30. യഥാർത്ഥത്തിൽ ഷെഡ്യൂൾ പ്രകാരം ഇന്നാണ് കളി, പക്ഷേ അമേരിക്കയിലാണ് കളി എന്നുള്ളത് കൊണ്ട് നാളെ പുലർച്ചെ 6:30ക്കാണ് ഇന്ത്യക്കാർക്ക് ആ കളി. അർജൻറ്റീന ആദ്യമായിട്ട് ഇറങ്ങുകയാണ്, അൾജീരിയക്കെതിരെയാണ് ഇറങ്ങുന്നത്, ഈ ലോകകപ്പിൽ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ അർജൻറ്റീനയുടെ ഫോർമേഷൻ എന്തൊക്കെയായിരിക്കാം, എങ്ങനെയായിരിക്കാം ലൈനപ്പ് എന്നതിനെക്കുറിച്ച് ചില പ്രിഡിക്ഷൻസ് ഉണ്ട്. എങ്ങനെയാണ് അത് ഉറപ്പായിട്ടില്ല, പ്രവചനങ്ങൾ എന്നതിലപ്പുറം ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോൾ കീപ്പിങ്ങിൽ തീർച്ചയായിട്ടും എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ്. മാർട്ടിനസിന് പരിക്ക് ഭേദമായി, അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല എന്ന് കഴിഞ്ഞ ദിവസം സ്കലോണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതാണ്. പിന്നെ ഡിഫൻസിൽ, പ്രതിരോധത്തിൽ നിക്കോളസ് ടാഗ്ലിയാഫിക്കോ പരിക്കേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് പരിക്ക് സാരമുള്ളതല്ല, പക്ഷേ ഈ കളിയിൽ ഉണ്ടാകില്ല, അൾജീരിയക്കെതിരെ ഉണ്ടാകില്ല. അപ്പോൾ ടാഗ്ലിയാഫിക്കോയ്ക്ക് പകരം ആര് വരും? ലെഫ്റ്റ് ബാക്കായിട്ടാണ് ടാഗ്ലിയാഫിക്കോ കളിക്കാറ് മിക്കവാറും. അപ്പോൾ ടാഗ്ലിയാഫിക്കോയ്ക്ക് പകരം ഒരുപക്ഷെ മെദീന വന്നേക്കാം ലെഫ്റ്റ് ബാക്കായിട്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് സെൻറ്റർ ബാക്കായിട്ടും പിന്നെ നിക്കോളസ് ഓട്ടമൻഡിയോ ലിസാൻഡ്രോ മാർട്ടിനസോ ഇവരിൽ ആരെങ്കിലും സെൻറ്റർ ബാക്കായിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ലെഫ്റ്റ് ബാക്കിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പിന്നീട് നിക്കോളസ് ഓട്ടമൻഡി, നൗഹേൽ മൊളീന, ക്രിസ്ത്യൻ റൊമേറോ ഇവരൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻ റൊമേറോയുടെയും പരിക്ക് എത്രത്തോളം ഭേദമായിട്ടുണ്ട് എന്നറിയില്ല. എന്തായാലും ഇവരെല്ലാം ഈ നൗഹേൽ മൊളീന, ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളസ് ടാഗ്ലിയാഫിക്കോ ഇവരാണ് യഥാർത്ഥത്തിൽ പ്രതിരോധ നിര അർജൻറ്റീനയുടെ. പക്ഷേ അതിൽ ടാഗ്ലിയാഫിക്കോക്ക് പരിക്കേറ്റതുകൊണ്ട് ലെഫ്റ്റ് ബാക്കിൽ മെദീന വരുമോ അതോ മാർട്ടിനസ് ഉണ്ടാകുമോ എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ച. അതൊന്നും ഉറപ്പായിട്ടില്ല. ഒന്നുകിൽ ഓട്ടമൻഡി അല്ലെങ്കിൽ മാർട്ടിനസ്, ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന നിലയിലാണ്. അതുപോലെ റൊമേറോയുടെ പരിക്കും ആദ്യം പരിക്ക് മാറി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെയാണ് പിന്നെ പ്രതിരോധത്തിൻ്റെ ഒരു കാര്യം. ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൽ റോഡ്രിഗോ ഡി പോൾ, അലക്സിസ് മക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് ഈ 3 പേർക്കാണ് സാധ്യത കൂടുതൽ. ഒരുപക്ഷെ എൻസോ ഫെർണാണ്ടസിന് പകരം തിയാഗോ അൽമാദ വന്നേക്കാം, അത് ഉറപ്പില്ല. പക്ഷെ മിക്കവാറും സാധ്യത റോഡ്രിഗോ ഡി പോളിനും അലക്സിസ് മക്കാലിസ്റ്ററിനും എൻസോ ഫെർണാണ്ടസിനും തന്നെയാണ്. ഇനി മുന്നേറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ലിയണൽ മെസ്സിയും ഹൂലിയൻ അൽവാരസും ആയിരിക്കും പൊതുവേ ഉണ്ടാവേണ്ടത്. പക്ഷേ അൽവാരസിന് പരിക്കുണ്ട്. ആ പരിക്ക് ഭേദമായിട്ടുണ്ടോ ഇല്ലയോ, അതോ ഈ അൽവാരസിൻ്റെ റിസ്ക് എടുക്കണ്ട എന്ന് കരുതി അൽവാരസിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ലൗട്ടാറോ മാർട്ടിനസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരിശീലനത്തിൽ ലൗട്ടാറോ മാർട്ടിനസ് ആണ് കൂടുതൽ ആക്റ്റീവ് ആയിരുന്നത് എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അൽവാരസിന് പകരം ലൗട്ടാറോ മാർട്ടിനസിനെ ഇറക്കിയേക്കാം. എന്തായാലും ഈ രീതിയിലുള്ള ഒരു ഇതാണ് കാണുന്നത്. ആ അർത്ഥത്തിലുള്ള എന്താ ഉറപ്പ് എന്ന നിലയിലല്ല ഈ ഫോർമേഷനോ ഈ ടീമോ പറഞ്ഞത്. അതിന് പകരം സാധ്യതകളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് അർജൻറ്റീനയുടെ സാധ്യത ലിസ്റ്റ്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലിയണൽ മെസ്സി അടക്കമുള്ളവർ കളിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിലൊന്നും ഒരു സംശയവും വേണ്ട.